മേഖലയിൽ വന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്ക് ജെഫ്രി ആൻ റോസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ആ വർക്കിൻ്റെ പേരെന്ന് പറയുന്നത് സ്ട്രക്ചറൽ കോസസ് ഓഫ് ഒപ്പോസിഷണൽ പൊളിറ്റിക്കൽ ടെററിസം എന്നായിരുന്നു. ജെഫ്രി ആൻ റോസ് 3 സ്ട്രക്ചറൽ പില്ലേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ 3 പില്ലേഴ്സാണ് ടെററിസത്തിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആവുന്നത് എന്നാണ് ജെഫ്രി ആൻ റോസ് പറയുന്നത്. എന്തൊക്കെയാണ് 3 സ്ട്രക്ചറൽ പില്ലേഴ്സ്? ഒന്ന്, ദ ലെവൽ ഓഫ് മോഡേണൈസേഷൻ. അത് എത്ര ഫാസ്റ്റായിട്ടാണ് ആ സൊസൈറ്റി മോഡേണൈസ് ആകുന്നത്. സൊസൈറ്റി മോഡേണൈസ് ആകും തോറും അവിടെയുള്ള കോൺഫ്ലിക്റ്റുകൾ, കൺസർവേറ്റീവും മോഡേണുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ദ ജോഗ്രഫി ഓഫ് എ സൊസൈറ്റി, ആ സൊസൈറ്റി അർബൻ ആണോ, സിറ്റി ആണോ, റൂറൽ ആണോ എന്നത് ഇതിന് ഒരു പില്ലർ ആവുന്നുണ്ട് എന്നാണ് ജെഫ്രി ആൻ റോസ് പറയുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, അവിടുത്തെ ഗവൺമെൻറ് മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതും ഒരു പില്ലർ ആവുന്നുണ്ട് എന്നാണ്. ഈ 3 പില്ലർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ പല സബ്സ്ട്രക്ചേഴ്സും ഉണ്ട് എന്നാണ് ജെഫ്രി ആൻ റോസ് പറയുന്നത്. ഈ സബ്സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ അൺറസ്റ്റ് ഉണ്ടോ, ഇവിടെ സോഷ്യൽ, കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫെസിലിറ്റേഷൻ അവിടെ ഉണ്ടോ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗ്രീവൻസസ് എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ്, ഇവിടെ തീവ്രവാദത്തെ കൗണ്ടർ ചെയ്യാനുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഫെയിലിയർ, അവിടെ നിലനിൽക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെ സ്പ്ലിറ്റ്, അവിടെ തമ്മിലുള്ള അടിപിടികൾ, പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള പല സബ്സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരു മോഡേണൈസേഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെ കോൺഫ്ലിക്റ്റുകൾ കൂടും. അവിടെ കോൺഫ്ലിക്റ്റുകൾ കൂടുന്ന സ്ഥലത്ത് ഗ്രീവൻസസ് കൂടാൻ സാധ്യതയുണ്ട്. ഗ്രീവൻസസ് കൂടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഓർഗനൈസേഷൻ സ്പ്ലിറ്റപ്പ് കൂടാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്, ഒരു വെബാണ്, ഒരു ചിലന്തി വല മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇത് ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ റിഡക്റ്റീവിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മതവിമർശനമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ജെഫ്രി ആൻ റോസിൻ്റെ ഈ പഠനവും നമുക്ക് തരുന്ന ഇൻസൈറ്റ്. ഇതെല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്ട്രക്ചേഴ്സും സബ്സ്ട്രക്ചേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല.